ഹായ് എവ്രി വൺ. തേനീച്ചക്കൂട്ടം എന്നതിന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? തേനീച്ചക്കൂട്ടം. തേനീച്ച എന്നുള്ളതിന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ബീസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ തേനീച്ചക്കൂട്ടം എന്നുള്ളതിന് സാധാരണ നമ്മൾ കൂട്ടം എന്നുള്ളതിന് ഗ്രൂപ്പ് എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ബീസ് എന്നാണോ പറയാം? അല്ല, തേനീച്ചക്കൂട്ടത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ സ്വാം ഓഫ് ബീസ് എന്നാണ് പറയാം കേട്ടോ. കറക്റ്റ് ആയിട്ട് എന്താ നമ്മൾ പറയേണ്ടത്? സ്വാം ഓഫ് ബീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മത്സ്യക്കൂട്ടം ഇതിനെങ്ങനെ നമ്മൾ പറയാം? സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയാം കേട്ടോ. സ്കൂൾ ഓഫ് ഫിഷ്. ഓക്കെ, ഇനി ആട്ടിൻകൂട്ടം എങ്ങനെ പറയാം? ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാണ് പറയാം കേട്ടോ. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ദെൻ പക്ഷിക്കൂട്ടം എങ്ങനെ പറയും? പക്ഷിക്കൂട്ടം. ഓക്കെ, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ആട്ടിൻകൂട്ടം, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, പക്ഷിക്കൂട്ടം, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. ഓക്കെ, ഇനി സിംഹക്കൂട്ടം എങ്ങനെ നമുക്ക് പറയാം? സിമ്പിൾ ആണ് കേട്ടോ. പ്രൈഡ് ഓഫ് ലയൺസ് എന്ന് പറയാം അല്ലേ? സിംഹക്കൂട്ടം, പ്രൈഡ് ഓഫ് ലയൺസ്. ഓക്കെ, കന്നുകാലിക്കൂട്ടം എങ്ങനെ നമ്മൾ പറയാം? ഹേർഡ് ഓഫ് കാറ്റിൽ എന്ന് പറയാം കേട്ടോ. ഹേർഡ് ഓഫ് കാറ്റിൽ. ഓക്കെ, ജനക്കൂട്ടം ഇതിനെങ്ങനെ നമ്മൾ പറയാം? ജനക്കൂട്ടം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.